ഗൈസ്, നിങ്ങൾ ടീ ഫാക്ടറിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ തേയിലേൻ്റെ ഉത്ഭവം എവിടെയാണ്, ആരാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, ആരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്നുള്ള ഒരു ചെറിയൊരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് വായിക്കാം. നമുക്കത് കാണണ്ട, നമുക്കത് സ്കിപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ മുതലാണ് ചായപ്പൊടിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത്. അതായത് എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതായത് ഇവിടെ ഇത് തേയില നുള്ളിയത് ഒരുപാട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതേ ഒരു ചേച്ചി നേരെ കൊട്ടയിലൊക്കെ നിറച്ചിട്ട് അവിടെ ഒരു ട്രെയിൻ പോലത്തെ സംഭവമുണ്ട്, ഹാങ്ങിങ് ട്രെയിൻ പോലത്തെ. അപ്പോൾ അതിലേക്ക് അത് നിറച്ചിട്ട് ആ ഒരു ട്രേ ഇങ്ങനെ സ്ലോയിലാണ് അത് പോകുന്നത്. അപ്പോൾ അതിന് ടൈമിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, അത് ഇങ്ങനെ പ്രോസസ്സ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ടാണ് വരിക. ഇതാ കണ്ടോ, അവിടെ നിന്ന് ആ ചേച്ചി നിറച്ച സാധനമാണ് ഇത് അവിടെ കൊണ്ടുപോയിട്ട് അതിൽ ചെരിയുന്നത്. കണ്ടോ, ആ ഒരു നമ്മുടെ മില്ലൊക്കെ ഉണ്ടല്ലോ പൊടിക്കുന്നത്, അതുപോലത്തെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്തോട്ട് ചെന്ന് നോക്കാം എന്താണെന്ന് മനസ്സിലാകാൻ. അപ്പോൾ ഇത് അതിൻ്റെ പുറകിൽ വേറെ ഒന്നുണ്ട്, അതിൻ്റെ പുറകിൽ വേറെ ഒന്നുണ്ട്. അത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ആ ഒരു ഇതിലേക്ക് ചെരിഞ്ഞതിന് ശേഷം അവിടെ നല്ല രീതിക്ക് പ്രോസസ്സിങ് ഉണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് വേർതിരിക്കുന്നയോ അങ്ങനെ എന്തോ ഒരു മിഷൻ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിത് അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചേച്ചി നിറച്ച സാധനം ഇതേ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആ ഒരു ഇതിലേക്ക് ഇട്ടതിന് ശേഷം തേയില അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ തോന്നുന്നു. ആ ഒരു തേയില ഇതേ നല്ല പോലെ അവിടുന്ന് വേർതിരിക്കുന്നുണ്ട് ഒരു മെഷീൻ ഉപയോഗിച്ച്. നല്ല എന്താ ഒരു കൂർത്തുള്ള ഒരു കൈകളുള്ള കുറേ കൈകളുള്ള പോലത്തെ ഒരു മെഷീനാണത്. അപ്പോൾ അതിലിട്ടിട്ട് നല്ല പോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് തേയിലേനെ ഇങ്ങനെ വേർതിരിക്കുന്നുണ്ട്. അതിന് ശേഷം ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ അതേ താഴോട്ടേക്കാണ് പോകുന്നത്. ഇത് കണ്ടോ, നേരെ തേയില നേരെ ഇത് താഴോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, എവിടെ അതിൽ കൂടി വരുന്ന അതാ ഇതിലൂടെയാണ് നേരെ താഴോട്ടേക്ക് പോകുന്നത്. താഴോട്ടേക്ക് പോയിട്ട് ഇവിടുന്ന് വേറെന്തോ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതാ കണ്ടോ, ഒരു മെഷീൻ ഉണ്ട് ഇവിടെ, നീളത്തിലുള്ള മെഷീനാണ്. ഈ ഒരു മെഷീനിലാണ് നമ്മൾ നേരത്തെ കണ്ട തേയില ഇവിടുന്ന് കട്ട് ചെയ്യുന്നത്. ഇത് ഓരോ മെഷീനിലും ഇങ്ങനെ കട്ടിൻ്റെ സൈസ് കുറച്ചാണ് വരുന്നത്. ഫസ്റ്റ് ചെറിയ രീതിയിൽ കട്ട് ചെയ്യും, പിന്നെ അതിലും കുറച്ച് കട്ട് ചെയ്യും, പിന്നെ ഇത് ഇപ്പുറത്തെത്തുമ്പോൾ പിന്നെയും കുറച്ച് കട്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കട്ടിങ് പ്രോസസ്സ് വരുന്നത്. ഓരോ മെഷീനിൽ വരുന്നവരും അത് ചെറുതായിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇത് കണ്ടോ, ഓരോ രീതിയിലാണ്, ഓരോ റോളിൽ കൂടെ ഇത് ഇപ്പുറം പോയിട്ട് ഇത് വലിയൊരു ബർണർ ഉണ്ട് ഇവിടെ. അതിലേക്കാണ് പിന്നെ ആ ഒരു നല്ല പീസായിട്ടുള്ള ഇത് തേയില അതിലേക്ക് പോകുന്നത്. പിന്നെ ഇത് ഈ ഒരു ബർണറിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു തേയില ഉണ്ടല്ലോ അത് ഉണക്കുന്നതെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ രീതിക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു ഹീറ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഉറപ്പിക്കാമല്ലോ നമുക്ക്, ആ ഒരു നമ്മളെ പച്ചയായ തേയില ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഉണക്കുന്നത്. ആ ഒരു ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ പുറകിലൂടെ വേറൊരു ഔട്ടുണ്ട്, അതിലൂടെ നേരെ പുറത്തേക്ക് വരും. ആ ഒരു ഉണക്കിയ സാധനം പിന്നെ ഒരു റോളർ കൂടെ മുകളിലോട്ടേക്കാണ് പോകുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഒന്ന് ക്രഷ്, അതായത് പൊടിക്കണ്ടിട്ടായിരിക്കാം തോന്നുന്നത്. നമുക്കത് അപ്പുറത്തേക്കൊന്ന് ചെന്ന് നോക്കാം. ആ ഒരു ഉണക്കിയത് നേരെ മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോയിട്ട് അതായത് അപ്പുറത്തൂടെ അവിടെ വരുന്നുണ്ട്. ഇത് വേറൊരു സാധനം ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ടോ, അത് ചായപ്പൊടീൻ്റെ ഫ്ലേവേഴ്സ് മിക്സ് ചെയ്യുന്ന മെഷീനാണെന്ന് തോന്നുന്നു, ആയിരിക്കാം. പിന്നെ നമ്മൾ ആ ഒരു ഉണക്കിയ തേയില താഴോട്ട് വരുന്നുണ്ട് നിങ്ങൾ, അതിലൂടെ ആ ഒരു പൈപ്പ് കൂടെ താഴോട്ട് നല്ല കറക്റ്റ് ചായപ്പൊടിയായിട്ട് വരുന്നുണ്ട്. നല്ല പോലെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ നേരെ പാക്കിലേക്ക് പോകുന്നുണ്ട്, നേരെ ചാക്കിലേക്ക്. കണ്ടോ, ആ ഒരു മിഷൻ നേരെ ചാക്കിലേക്കാണ് ഒരു തേയിലേനെ കൊണ്ടിടുന്നത്. കണ്ടോ. എന്നിട്ട് അവർ അവിടെ നിന്ന് നേരെ പാക്കാക്കുന്നുണ്ട്, ലൈവായിട്ട് അവിടെ നിന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഇവർ നല്ലൊരു ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ആ ഒരു ചായ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മാർക്കറ്റിംഗ് കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ അടിപൊളി ചായ, അതുകൊണ്ട് തന്നെ എന്തായാലും ആൾക്കാർ വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ. പറ്റുന്നവരൊന്ന് പോയിട്ടൊന്ന് കണ്ടു നോക്കിക്കോ, വേറെ തന്നെ ഒരു അനുഭവമായിരിക്കും. ഓക്കെ.